കവിതാരചനയുടെ വിഷയം തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത്. ഉള്ളുപിടഞ്ഞ് ഉള്ളിലുള്ളതൊക്കെയും വരികളിൽ നിറച്ചു. അതിൽ ഈ ലോകമുണ്ട്, ജീവിതമുണ്ട്, ഗസയിലെ കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കവിത തുടങ്ങുന്നത് തനിച്ചിരിക്കുമ്പോഴൊക്കെയും ഞാൻ ഓർമ്മിക്കുന്നത് ആ കവിയെക്കുറിച്ചാണ്. വാക്കുകളുടെ രക്തത്തിൽ നിന്നും പിറവിയെടുത്ത് ചുണ്ടുകൾ കൊണ്ട് മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്ന അതേ കവിയെക്കുറിച്ച്. നമ്മൾ വാട്ട് എ വണ്ടർഫുൾ വേൾഡ് എന്ന് പറയുമ്പോൾ അത്രയും വണ്ടർഫുള്ളായ വേൾഡ് അല്ല പലരെയും സംബന്ധിച്ച ലോകം. അതിനെക്കുറിച്ച് ഒരു യുദ്ധം എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ കവിയുടെ കവിതയൊക്കെ വറ്റിപ്പോവുകയാണ്. ഇത്തരം റിയാലിറ്റി വരുന്ന സമയത്ത് ഇയാൾക്ക് എഴുതാൻ പറ്റാതായി പോവുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ അയാളുടെ അവസാനത്തെ കവിത അയാൾ ഒരു മരിക്കാനായൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പോലെ. അത് പിന്നെ ഗാസയിലെ കുഞ്ഞുങ്ങൾ തന്നെ ആവണമെന്നില്ല, പല കാലത്ത് പല നാട്ടുകളിലുള്ള ആരും ആവാം. തനിച്ചാവുമ്പോൾ ചില തിരിച്ചറിവുകൾ ഉണ്ടായേക്കും. അത് ജീവിതത്തിലേക്ക് തിരിച്ചുവരവുകൾ നൽകിയേക്കും. പല ആളുകൾ ഉണ്ടായിരുന്നിട്ടും ഒറ്റപ്പെട്ടു പോകുമ്പോൾ വീണ്ടും വീണ്ടും തനിച്ചായിപ്പോകും. തനിച്ചിരിക്കുമ്പോഴാണ് പല ഉത്തരങ്ങളും കണ്ടെത്തുന്നത്. അത് കണ്ടെത്തി ഒരു തിരിച്ചുവരവ് നടത്തുക, അതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്തെന്ത് കാര്യങ്ങളാണ് കണ്ണ് നനഞ്ഞത്, മനസ്സ് കുളിർന്നത്, ഇടനെഞ്ചു കോറിയത്. തനിച്ചിരിക്കുമ്പോൾ മാത്രം തുറക്കുന്ന ഓർമ്മകളുടെ അറകൾ. ഉണങ്ങാത്ത മുറിവുകളിൽ നിന്നും മിന്നാമിനുങ്ങുകൾ പൊങ്ങുന്നുണ്ടെങ്കിലും വേച്ച് വേച്ച് വസന്തം നടന്നെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തനിച്ചാകുമ്പോഴൊക്കെയും ഓരോരുത്തരും ആ കവിയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരൊറ്റ കവിതയുടെ പേരിലാണ്. കാരണം അതായിരുന്നു അയാളുടെ മാസ്റ്റർ പീസ്. ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം ഇ വി ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.